നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബാങ്കിംഗ് സെക്ടറിൽ ഒരു നിക്ഷേപകൻ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. മേഖലയിലെ HDFC ബാങ്കിന്റെ കേസ് സ്റ്റഡിയാണ് ഇതിനായി എടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാങ്ക് വാർത്തകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാവും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലാണ് ഇവിടുത്തെ ബാങ്കിംഗ് മേഖല. മൂലധന സമാഹരണത്തിനും വായ്പകൾ നൽകുന്നതിനും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പാക്കുന്നതിനും ഈ മേഖല വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 12 പൊതുമേഖലാ ബാങ്കുകളും 21 സ്വകാര്യ ബാങ്കുകളും 11 സ്മോൾ ഫിനാൻസ് ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ വിദേശ ബാങ്കുകളും പേയ്മെന്റ് ബാങ്കുകളും സജീവമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുന്നതിനായി മൈക്രോ ATMകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടപാടുകളുടെ 85% UPI വഴിയാണ് നടക്കുന്നത്. 2025 ഒക്ടോബറിൽ മാത്രം 27.28 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നിയോ ബാങ്കിംഗ്, AI ചാറ്റ്ബോട്ടുകൾ, ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ എന്നിവ ബാങ്കിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ ശക്തമായ നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യൻ ബാങ്കുകൾ വളരെയധികം സുരക്ഷിതമാണ്. വിപണിയിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായ മൂലധനം ഇന്ത്യൻ ബാങ്കുകൾക്കുണ്ട്. പൊതുമേഖലാ ബാങ്കുകളുടെ ആകെ ആസ്തി സ്വകാര്യ ബാങ്കുകളെ അപേക്ഷിച്ച് ഇപ്പോൾ മുന്നിൽ തന്നെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ചിലവുകളും സാങ്കേതിക മുന്നേറ്റങ്ങളും ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഭവന വായ്പ മേഖല വൻതോതിൽ വളരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും സുരക്ഷിതവുമായ ബാങ്കിംഗ് സംവിധാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഏതൊരു മേഖലയിലും മികച്ച പ്രകടനം അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രധാന സൂചകങ്ങളെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബാങ്ക് സാമ്പത്തികമായി എത്രത്തോളം സുരക്ഷിതമാണ് എന്നും ഇടപാടുകാർക്ക് എത്രത്തോളം സംതൃപ്തി നൽകുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ ചില അളവുകോലുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രകടനം വിലയിരുത്താൻ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, റിട്ടേൺ ഓൺ അസറ്റ്സ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നിവയാണ് പ്രധാനമായും നോക്കേണ്ടത്. ബാങ്ക് വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശയും നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. ഇത് ബാങ്കിന്റെ പ്രധാന ലാഭക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. റിട്ടേൺ ഓൺ അസറ്റ്സ് എന്നാൽ ബാങ്കിന്റെ ആകെ ആസ്തികൾ ഉപയോഗിച്ച് എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നാൽ ഓഹരി ഉടമകളുടെ നിക്ഷേപത്തിന്മേൽ ബാങ്ക് എത്ര ലാഭം നൽകുന്നു എന്നതിന്റെ അളവാണ്. ആസ്തി ഗുണമേന്മ പരിശോധിക്കുന്നതിനായി നോൺ പെർഫോമിംഗ് അസറ്റ്സ് റേഷ്യോ ആണ് നോക്കേണ്ടത്. തിരിച്ചടവ് മുടങ്ങിയ വായ്പകളുടെ അഥവാ നിഷ്ക്രിയ ആസ്തികളുടെ ശതമാനമാണിത്. ഈ നിരക്ക് കുറഞ്ഞിരിക്കുന്നത് ബാങ്കിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രൊവിഷൻ കവറേജ് റേഷ്യോയും നോക്കണം. കിട്ടാക്കടങ്ങൾ വരുത്തുന്ന നഷ്ടം നികത്താൻ ബാങ്ക് എത്രത്തോളം പണം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. പ്രവർത്തനക്ഷമത പരിശോധിക്കാനായി കോസ്റ്റ് ടു ഇൻകം റേഷ്യോ എന്ന് വെച്ചാൽ വരുമാനം ഉണ്ടാക്കുന്നതിനായി ബാങ്കിന് എത്രത്തോളം ചെലവ് വരുന്നു എന്നതാണ് നോക്കേണ്ടത്. ഈ അനുപാതം കുറയുന്നത് പ്രവർത്തനക്ഷമത വർദ്ധിച്ചതിന്റെ അടയാളമാണ്. ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോയും പരിശോധിക്കണം. ബാങ്കിലുള്ള ആകെ നിക്ഷേപത്തിന്റെ എത്ര ശതമാനം വായ്പയ്ക്കായി നൽകിയിട്ടുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് ആൻഡ് ഇടപാടുകളും ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ അഡോപ്ഷൻ റേറ്റ് ഇപ്പോൾ നോക്കേണ്ടതുണ്ട്. എത്ര ശതമാനം ഇടപാടുകൾ മൊബൈൽ ഓർ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നു എന്നത് 2026 ബാങ്കിംഗ് സാഹചര്യത്തിന് വളരെ പ്രധാനമാണ്. നെറ്റ് പ്രൊമോട്ടർ സ്കോർ കൂടെ നോക്കണം. ബാങ്കിന്റെ സേവനങ്ങൾ ഇടപാടുകാർ എത്രത്തോളം സംതൃപ്തരാണ് എന്നും മറ്റുള്ളവർക്ക് ഈ ബാങ്ക് നിർദ്ദേശിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നും ഇത് അളക്കുന്നു. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആണ് അടുത്തത്. ഒരു പുതിയ ഇടപാടുകാരുടെ ബാങ്കിലേക്ക് എത്തിക്കാൻ എത്ര രൂപ ചെലവാക്കുന്നു എന്ന കണക്കാണിത്. റിസ്ക് ആൻഡ് കംപ്ലൈൻസ് വരുമ്പോൾ ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ, ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്നിവയാണ് നോക്കേണ്ടത്. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ താങ്ങാൻ ബാങ്കിന് മതിയായ മൂലധനം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന സൂചകമാണ് ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ ആവശ്യമായ പണം ബാങ്കിന്റെ കൈവശം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. നെറ്റ് NPA 1% താഴെയായിരിക്കണം. ബാങ്ക് നൽകിയ വായ്പകൾ കൃത്യമായി തിരിച്ചു വരുന്നുണ്ടോ എന്ന് ഇത് കാണിക്കുന്നുണ്ട്. പ്രൊവിഷൻ കവറേജ് റേഷ്യോ അഥവാ കിട്ടാക്കടങ്ങൾ നേരിടാൻ ബാങ്ക് എത്ര പണം മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. ഇത് 70% മുകളിലാണെങ്കിൽ ബാങ്ക് സുരക്ഷിതമാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പെട്ടെന്ന് രാജിവെക്കുന്നുണ്ടോ, അവർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ബാങ്കിങ്ങിൽ വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ മൂലധനം. ഇവിടെയാണ് HDFC ബാങ്കിന്റെ നിക്ഷേപകർക്ക് ആശങ്ക ഉണ്ടായത്. വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത്. ബാങ്കുകളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന പ്രധാന അളവാണിത്. HDFC ബാങ്ക് സാധാരണയായി 3.5 ടൈംസ് മുതൽ 4 ടൈംസ് നിരക്കിലാണ് വ്യാപാരം നടത്താറുള്ളത്. എന്നാൽ നിലവിൽ ഇത് 1.7 ടൈംസ് മുതൽ 2 ടൈംസ് എന്ന നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇത് ഓഹരി വിലക്കുറവിൽ ലഭ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. ഒരു ബാങ്ക് അടിസ്ഥാനപരമായി ശക്തമാണോ എന്ന് നോക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മതി. എന്നാൽ ബാങ്ക് ഓഹരികളുടെ പ്രകടനത്തെ ഇത് മാത്രമാണ് സ്വാധീനിക്കുക.
അല്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ HDFC ബാങ്കിന് സംഭവിക്കുന്നത്. ബാങ്കിന്റെ മാനേജ്മെന്റ് തലത്തിൽ ഒരു നിർണായക രാജിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് നിക്ഷേപകരെ എത്രത്തോളം പാനിക് ആക്കി എന്നതാണ് ഇവിടെ മനസ്സിലാകുന്നത്. HDFC ബാങ്കിന്റെ ഒരു സവിശേഷത ബാങ്ക് ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ് എന്നതാണ്. ഒരു പ്രത്യേക കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ നിയന്ത്രണത്തിലല്ലാതെ ഉയർന്ന യോഗ്യതയും പരിചയസമ്പത്തുമുള്ള പ്രൊഫഷണലുകൾ നയിക്കുന്ന കമ്പനികളെയാണ് പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ്സുമാണ്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ കമ്പനിയുടെ വളർച്ചയ്ക്കും ഓഹരി ഉടമകളുടെ ലാഭത്തിനുമാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. HDFC ബാങ്കിന്റെ കാര്യത്തിൽ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് ഇല്ലാത്തതിനാൽ എല്ലാ തീരുമാനങ്ങളും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായാണ് നടക്കുന്നത്. വിദേശ നിക്ഷേപകർ എപ്പോഴും പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപിക്കാനാണ് താല്പര്യപ്പെടുക. കാരണം ഇത്തരം കമ്പനികൾ തീരുമാനങ്ങൾ വൈകാരികമല്ല, മറിച്ച് ഡാറ്റയുടെയും ബിസിനസ് തന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എടുക്കുക. HDFC ബാങ്ക് ചെയർമാൻ അതനു ചക്രവർത്തിയുടെ അപ്രതീക്ഷിത രാജി എന്തുകൊണ്ട് നിക്ഷേപകർക്കിടയിൽ വലിയ വിഷയമായി? ബാങ്കിലെ ചില നടപടികളും രീതികളും തന്റെ വ്യക്തിപരമായ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും നിരക്കാത്തതാണ് എന്ന് അദ്ദേഹം തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി താൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണിവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ ഇരിക്കെയാണ് മുൻ ബ്യൂറോക്രാറ്റായ അദ്ദേഹം ഈ തീരുമാനമെടുത്തത്. ഇത് നിക്ഷേപകരെയും ബാങ്കിംഗ് മേഖലയും ഒരുപോലെ അമ്പരപ്പിച്ചു. രാജി വാർത്ത പുറത്തു വന്നതോടെ HDFC ബാങ്കിന്റെ ഓഹരി വില 5% ഇടിഞ്ഞു. 2024 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം $7 ബില്യൺ, അതായത് 58,000 കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഒറ്റ ദിവസം കൊണ്ട് ബാങ്കിന് നഷ്ടമായത്. രാജിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ ബാങ്ക് മാനേജ്മെന്റിന് സാധിക്കാത്തത് ആഗോള നിക്ഷേപകർക്കിടയിൽ, ഉദാഹരണത്തിന് ബ്ലാക്ക് റോക്ക് പോലുള്ള നിക്ഷേപകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. എങ്കിലും രാജി വാർത്ത വന്നതിന് പിന്നാലെ അതനു ചക്രവർത്തി ഒരു പ്രാദേശിക ചാനലിനോട് സംസാരിക്കവേ ഇതൊരു സാധാരണ രാജി മാത്രമാണെന്നും ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ ഒന്നുമില്ലെന്നും പറഞ്ഞ് കാര്യങ്ങൾ ശാന്തമാക്കാൻ ശ്രമിച്ചു. ബാങ്ക് മാനേജ്മെന്റും നിക്ഷേപകരുമായി നടത്തിയ ചർച്ചയിൽ ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രതയിൽ ആശങ്കപ്പെടാനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ HDFC ബാങ്കിന്റെ ഓഹരികൾ ഈ ആഴ്ചയിൽ 4.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ചയിലെ 4.7% ഇടിവിന് പിന്നാലെയാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിന്റെ ഓഹരികൾ തുടർച്ചയായ 4ാം വാരമാണ് നഷ്ടം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ 6 ആഴ്ചകളിൽ 5ലും ഓഹരി വില താഴോട്ടായിരുന്നു. ചാർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഓഹരി വില എല്ലാ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിലും താഴേക്ക് പോയിരിക്കുകയാണ്. കൂടാതെ ഓവർസോൾഡ് ഘട്ടത്തിലുമാണ്. HDFC ബാങ്കിന്റെ RSI റീഡിംഗ് ഇപ്പോൾ 24 ആണ്. സാങ്കേതികമായി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 30ന് താഴെയാകുന്നത് ഓഹരി അമിതമായി വിറ്റഴിക്കപ്പെട്ടു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ടെക്നിക്കലി നോക്കുമ്പോൾ ഓഹരി ഇപ്പോൾ ഒരു ബെയർ മാർക്കറ്റ് സോണിലേക്ക് കടന്നിരിക്കുന്നു. അതായത് അതിന്റെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് 20%മോ അതിലധികമോ ഇടിവ് സംഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-ന് ഓഹരി 1020 എന്ന 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ 22% വിലയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബാങ്കിന്റെ സാമ്പത്തിക നില മോശമായത് കൊണ്ടല്ല ഓഹരി വില ഇടിഞ്ഞത്, മറിച്ച് ബാങ്കിന്റെ വിശ്വാസ്യതയിൽ സംശയം ഉയർന്നതുകൊണ്ടാണ്. വെറും 48 മണിക്കൂറിനുള്ളിൽ നിക്ഷേപകർക്ക് 1 ലക്ഷം കോടി നഷ്ടമായി. ഓഹരി വില 22% ഇടിഞ്ഞ് ബെയർ മാർക്കറ്റിലെത്തി. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ആദ്യത്തേത്, ഇത്തരം വാർത്തകൾ ബാങ്കിനെ എങ്ങനെ ബാധിക്കും? ഇത്തരം വാർത്തകൾ ബാങ്കിനെ 2 രീതിയിൽ ബാധിക്കാം. താൽക്കാലികമായിട്ടുള്ള ആഘാതം. ആദ്യത്തേത്, ചെയർമാന്റെ രാജി പോലുള്ള വാർത്തകൾ ഓഹരി വില പെട്ടെന്ന് കുറയ്ക്കും. എന്നാൽ ബാങ്കിന്റെ ബിസിനസ് ശക്തമാണെങ്കിൽ വില പതുക്കെ തിരിച്ചു കയറും. രണ്ടാമത്തെ സാഹചര്യം സ്ഥിരമായ ആഘാതമാണ്, അഥവാ ഫണ്ടമെന്റൽ ഇമ്പാക്ട്. ബാങ്കിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വായ്പകളിൽ തിരിമറി പോലുള്ള എന്തെങ്കിലും തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ അത് ബാങ്കിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായിരിക്കാം. മൂന്നാമത് ചോദിക്കേണ്ടത്, ഇത് ബാങ്കിന് ഒരു റെഡ് ഫ്ലാഗ് ആണോ എന്നതാണ്. HDFC ബാങ്കിന്റെ കാര്യത്തിൽ ഇത് സ്ഥിരമായ റെഡ് ഫ്ലാഗ് അല്ല എന്നാണ് വിദഗ്ധർ കരുതുന്നത്. കാരണം RBI ബാങ്കിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ ലാഭക്ഷമതയിലും വായ്പാ തിരിച്ചടവിലും നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മാത്രമല്ല, KK മിസ്ത്രിയെ പോലുള്ള പരിചയസമ്പന്നരായ ആളുകൾ ബാങ്കിന്റെ തലപ്പത്തേക്ക് ഉടൻ തന്നെ എത്തിയത് നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. അനലിസ്റ്റുകൾ ഒരു അവസരമായാണ് ഇപ്പോൾ ബാങ്കിന്റെ ഇടിവിനെ വിലയിരുത്തുന്നത്. ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫറീസ് HDFC ബാങ്കിന് 1240 രൂപ ലക്ഷ്യവിലയോടെ ബൈ റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. ഇത് നിലവിലെ വിലയിൽ നിന്നും 59% ലാഭസാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഓഹരിയെ നിരീക്ഷിക്കുന്ന 47 അനലിസ്റ്റുകൾ നൽകിയിട്ടുള്ള രണ്ടാമത്തെ ഉയർന്ന ലക്ഷ്യവിലയാണിത്. 2027 സാമ്പത്തിക വർഷത്തെ കണക്കാക്കിയുള്ള പ്രൈസ് ടു ബുക്ക് മൂല്യം 1.7 മടങ്ങാണെന്നും അതിനാൽ ബാങ്കിന്റെ വാല്യുവേഷൻ ആകർഷകമാണ് എന്നും ജെഫറീസ് പറയുന്നു.
മോത്തിലാൽ ഒസ്വാളും ഓഹരിക്ക് 1100 രൂപ ലക്ഷ്യവില നിശ്ചയിച്ച് ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇത് നിലവിലെ വിലയേക്കാൾ 38% വർധനവ് സൂചിപ്പിക്കുന്നു. അതേസമയം വ്യാഴാഴ്ച മക്വരി തങ്ങളുടെ ബൈ ലിസ്റ്റിൽ നിന്ന് ഓഹരി ഒഴിവാക്കിയിരുന്നു. നിലവിൽ HDFC ബാങ്കിനെ നിരീക്ഷിക്കുന്ന 47 അനലിസ്റ്റുകൾ 45 പേരും ഓഹരി വാങ്ങാം എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. ബാങ്കിന്റെ ബിസിനസ്സിൽ വിശ്വസിക്കുന്ന ദീർഘകാല നിക്ഷേപകർക്ക് ഇത്തരം ഇടിവുകൾ ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ്. എന്നാൽ പേടിയുള്ളവർ അടുത്ത സാമ്പത്തിക ഫലങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് നോക്കാൻ മറക്കരുത്. എല്ലാ ബാങ്കിംഗ് ഓഹരികളെയും ഇങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്.